ഹലോ, വെൽക്കം ബാക്ക് ടു മലയാളി നഴ്സസ് യൂട്യൂബ് ചാനൽ. മലയാളി നഴ്സസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം കുറച്ച് എക്സാമിൻ്റെ തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അതിന് ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മളിവിടെ അതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോ 2 ആണ് എടുക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹ്യൂമൻ സെല്ലിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഹ്യൂമൻ സെല്ലിനകത്തുള്ളതെന്നാണ്. സെൽ മെമ്പറൈൻ, പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ക്രോമസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോം, പെറോക്സിസോംസ്, മൈറ്റോകോൺട്രിയ. ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് ഇൻസൈഡ് ദ സെൽ. ഇനി നമുക്കതിൻ്റെ ഫങ്ഷൻസ്, ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻസ്, ഓരോ സ്ട്രക്ചേഴ്സിൻ്റെയും ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ ഈസ് എ thin semi-permeable membrane surrounds cytoplasm of the cell. സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ചുറ്റിക്കിടക്കുന്ന ഒരു സെമി പെർമെബിൾ മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെമി പെർമെബിൾ മെമ്പറൈനാണ് സെൽ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. ഫോസ്ഫോലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് എന്നിവ കൊണ്ടാണ് സെൽ മെമ്പറൈൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ദ ഇന്റീരിയർ ഓഫ് ദി സെൽ, അലൗസ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസിന്റെ ഔട്ട്വേർഡ് ഇൻവേർഡ് മൂവ്മെന്റിന് സഹായിക്കുന്നു. Next one is protoplasm. Protoplasm means physical basis of life include organic and inorganic molecules. ഓർഗാനിക്കും ഇൻഓർഗാനിക്കും മോളിക്യൂൾസും കൂടി ചേരുമ്പോഴാണ് ഒരു ലൈഫിൻ്റെ ഫിസിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് എൻറ്റയർ സെൽ എക്സെപ്റ്റ് ദ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈൻ കൂടാതെയുള്ള ബാക്കിയുള്ള ഭാഗത്തെ ഫുള്ളായിട്ട് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം മീൻസ് സെമി ഫ്ലൂയിഡ് മാട്രിക്സ് പ്രസന്റ് ബിറ്റ്വീൻ സെൽ മെമ്പറൈൻ ആൻഡ് ന്യൂക്ലിയർ മെമ്പറൈൻ. സെൽ മെമ്പറൈനും നമ്മൾ കണ്ടതാണ്, ന്യൂക്ലിയർ മെമ്പറൈനും ഇടയ്ക്കുള്ള ഒരു ഫ്ലൂയിഡ്, സെമി ഫ്ലൂയിഡ് മാട്രിക്സിനെയാണ് സൈറ്റോപ്ലാസം എന്ന്. ഇറ്റ് ഹാസ് വേരിയസ് സെൽസ് ഇൻക്ലൂഷൻസ് കോൾഡ് സെൽ ഓർഗനലെ ആൻഡ് നോൺ ലിവിങ് സബ്സ്റ്റൻസസ് കോൾഡ് എർഗ്യാസ്റ്റിക് സബ്സ്റ്റൻസസ്. ഇതിനകത്ത് വേരിയസ് സെൽ ഇൻക്ലൂഷൻസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ലിവിങ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള എർഗ്യോഗ്യാസ്ട്രിക് സബ്സ്റ്റൻസസ് ഉണ്ട്. അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഇസ് ദ ലാർജസ്റ്റ് സെൽ ഓർഗനലെ എന്ന് പറയുന്നതാണ്. സെല്ലിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഓർഗനലെ എന്ന് പറയുന്നതാണ് ന്യൂക്ലിയസ്. അതിൻ്റെ ഷേപ്പ് സ്പെറിക്കലാണ്. അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്, ന്യൂക്ലിയർ പോർസ് ഉണ്ട്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം ആൻഡ് ക്രോമാറ്റിഡ്സ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺട്രോൾ സെൻറ്റർ ഓഫ് ദി സെൽ. സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം, ഒരു സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അതാണ് ലാർജസ്റ്റ് ഓർഗനലെ. സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആയിരിക്കും. ആൻഡ് പാർട്സ് ന്യൂക്ലിയർ മെമ്പറൈൻ, ന്യൂക്ലിയർ പോർസ്, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയോപ്ലാസം ആൻഡ് ക്രോമാറ്റിഡ്സ്. ദീസ് ആർ ദ പാർട്സ് ഓഫ് ന്യൂക്ലിയസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ക്രോമസോം. ക്രോമസോം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്ത് നമുക്ക് ക്രോമാറ്റിൻസ് ഉണ്ട്. ഈ ക്രോമാറ്റിൻസ് എന്ന് പറയുന്നത് കണ്ടൻസ് ചെയ്യും, സെൽ ഡിവിഷനിലൂടെ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോംസ് ആയിട്ട് മാറുന്നു. ന്യൂക്ലിയസിനകത്ത് ക്രോമാറ്റിൻസ് ഉണ്ട്, അത് സെൽ ഡിവിഷനിലൂടെ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഇസ് നെറ്റ്വർക്ക് ഓഫ് മെമ്പറൈൻ ബൗണ്ട് ട്യൂബുലാർ സ്ട്രക്ചർ. ഇത് സൈറ്റോപ്ലാസത്തിലെ ട്യൂബുലാർ സ്ട്രക്ചർ ബൗണ്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് ഓഫ് മെമ്പറൈൻ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ സെൽ മെമ്പറൈൻ ടു ന്യൂക്ലിയർ. സെൽ മെമ്പറൈൻ തൊട്ട് ന്യൂക്ലിയർ മെമ്പറൈൻ വരെ അത് ഉണ്ട്. അത് 2 ടൈപ്പ് ഉണ്ട്, റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈസി ടു റിമെമ്പർ, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായി ഡിയർ ഫ്രണ്ട് കിൻടു എന്നോർക്കാം. എം മീൻസ് മെക്കാനിക്കൽ സപ്പോർട്ട്, D means detoxification, F means formation of microbes, nuclear membrane, Golgi complex, and T means transportation. These are the functions of endoplasmic reticulum. And mechanical support, detoxification, formation of microbes, nuclear membrane and Golgi apparatus, and transportation of intracellular
കമ്പോണൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇനി ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. Rough endoplasmic reticulum have ribosomes and smooth have no ribosomes. And rough endoplasmic reticulum produce proteins and phospholipids, but smooth endoplasmic reticulum produces steroids. And abundant in antibody producing cells and digestive glands ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്ത് ഉള്ളത്. പിന്നെ അടുത്തതാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഫാക്ടറീസ് ഓഫ് ദ സെല്ലാണ് റൈബോസോം എന്ന് പറയുന്നത്. പ്രസന്റ് ഇൻ സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ന്യൂക്ലിയർ മെംബ്രെയിൻ, ഇതിലൊക്കെയാണ് ഈ റൈബോസോംസ് കാണുന്നത്. ഇത് RNA ആൻഡ് പ്രോട്ടീൻ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് എന്ന് പറയുന്നതാണ് റൈബോസോം എന്ന് പറയുന്നത്. അടുത്തത് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ് ഇസ് എ സ്മോൾ സിസ്റ്റം ഓഫ് സിസ്റ്ററിനേസ് സിന്തസിസ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ടേക്ക് പാർട്ട് എന്ന പ്രോട്ടീൻ ആൻഡ് ഗ്ലൈക്കോപ്രോട്ടീൻ സിന്തസിസിന് പാർട്ട് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ് ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻ ഫ്രം ദ റഫ് എൻഡോപ്ലാസ്മിക് സോൾട്ട് ആൻഡ് സ്പൈസസ് സം them and adds carbohydrate and finally package the protein in the Golgi vesicles. പാക്കേജ് ചെയ്യും ഗോൾഗി വെസിക്കിളിലെ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്ന റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് സ്പൈസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്ത് അതിനെ പ്രോട്ടീൻ കലവറ പോലെ ഒരു ഗോൾഗി വെസിക്കിളായിട്ട് പാക്കേജ് ചെയ്യും. അതാണ് ഗോൾഗി അപ്പാരറ്റസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സം വെസിക്കിൾസ് ബിക്കം ലൈസോസോം. അതിൽ ചില വെസിക്കിൾസ് ലൈസോസോം ആയിട്ട് മാറും. സം മൈഗ്രേറ്റ് ടു പ്ലാസ്മ മെമ്പറൈൻ ആൻഡ് ഫ്യൂസസ് വിത്ത് ഇറ്റ് ആൻഡ് ഫോം ഫ്രഷ് പ്രോട്ടീൻ ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ്. ചിലത് മൈഗ്രേറ്റ് ചെയ്ത് പ്ലാസ്മ മെമ്പറൈനുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻസ് ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടാകും. സം ബിക്കം സെക്രീറ്ററി വെസിക്കിൾസ് ദാറ്റ് സ്റ്റോർ എ സെൽ പ്രോഡക്ട്സ് സച്ച് ആസ് ബ്രെസ്റ്റ് മിൽക്ക് ഓർ ഡൈജസ്റ്റീവ് എൻസൈം ഫോർ. അത് ചിലത് സെക്രീറ്റീവ് വെസിക്കിൾ ആയിട്ട് കാണും. അത് സ്റ്റോർ ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ സ്റ്റോർ ചെയ്യും. അടുത്തതായിട്ട് ലൈസോസോം. സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ എന്ന് പറയുന്നതാണ് ലൈസോസോം എന്ന് പറയുന്നത്. സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾ ഫിൽഡ് വിത്ത് ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ഫൗണ്ട് ഓൺലി ഇൻ ആനിമൽ സെൽസിൽ മാത്രമേ ഈ ലൈസോസോം കാണത്തുള്ളൂ. ഹൈഡ്രോളിറ്റിക് എൻസൈംസ് ആണ് അതിനകത്തുള്ളത്. ഗോൾഗി കോംപ്ലക്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ലിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ചെറിയ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ, കാരണം അല്ലെങ്കിൽ ഇത് വീഡിയോസ് കുറേ ലെങ്തി ആയി പോകും. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ കുറേ സ്പീഡിലാണ് ഈ വീഡിയോ പോയത്. അതുകൊണ്ട് ഈ സെല്ലിനെ കുറിച്ചും സെല്ലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തുടർന്നും നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.